ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മളിത് അരി അരച്ച് വെക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ രാവിലെ എണീറ്റ് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ദോശ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കാം. അതിന് മുമ്പായിട്ട് ആദ്യം ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 2 ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ ചെറിയ കഷ്ണം മതി. എന്നിട്ട് അതൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ദോശയിൽ ഇത് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക, കാരണം നമുക്കിത് വെള്ളം പോലെയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വറുക്കാത്ത റവ ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അതന്നെ ചേർക്കാൻ നോക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിന് മുമ്പായിട്ട് ഗോതമ്പ് ദോശ ഇതുപോലെ നല്ല മുരിച്ചെടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ എടുക്കുന്നത് ഏകദേശം ഒരു 3-3.25 കപ്പ് വെള്ളമാണ്. കാരണം നമുക്കിത് പച്ച വെള്ളം മാതിരി നല്ല ലൂസായിട്ടാണ് വേണ്ടത്. എന്നാലേ നമുക്കിത് പാനിൽ നിന്ന് നല്ല മുരിച്ചെടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് തുറക്കാം. അതിനുശേഷം ഞാനിതിൽ ഒരു ചെറിയ സവാള നുറുക്കി ചേർത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ അടുത്തുള്ള ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും, നല്ല കളറും കിട്ടും ദോശയ്ക്ക്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മാവ് ഇതുപോലെ വേണം ഇരിക്കാനായിട്ട്. ശരിക്കൊരു പാലും വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, ഏകദേശം ആ ഒരു രീതിക്ക് തന്നെ വേണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുക്കും. ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, നെയ്യ് വേണേലും എടുക്കാം. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം സൈഡിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുക, അതിന് ശേഷം നടുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് ചെറുതായിട്ട് നാറി വരുമ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലുള്ള ദോശകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, കാരണം നല്ല നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പാന് വേണം. ഇല്ലെങ്കിൽ ഇരുമ്പിൻ്റെ നല്ല പാനുകളുണ്ടല്ലോ, അധികം ഒട്ടിപ്പിടിക്കാത്ത അങ്ങനത്തെ പാനിൽ ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. സാധാരണ ഈ ഒട്ടിപ്പിടിക്കുന്ന പാനിലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സൈഡും കൂടി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊരിഞ്ഞ് വരാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ട, കുറച്ചധികം സമയം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പാനിലായിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ വേഗം പരിപാടി തീരും. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല, അല്ലാണ്ടേയും കഴിക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തേങ്ങാ ചമ്മന്തി ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടാവും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, ചുമ്മാ ചായയുടെ കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം ക്രിസ്പി ആവണം, എത്രത്തോളം കളർ ആവണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിവിടെ ഞാൻ കുറച്ചും കൂടി ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. ഞാനിത് കട്ട് ചെയ്യുന്നൊക്കെ കാണിച്ചുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളത്. നല്ലപോലെ ക്രിസ്പി ആയിട്ടില്ലെങ്കിൽ നമുക്ക് പാനിൽ നിന്ന് തിരിച്ച് മറിച്ച് വിടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ വന്ന് നല്ല മുരിഞ്ഞിട്ടുള്ള ദോശയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ്, അല്ലാതെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വളവിളാന്ന് ഇരിക്കുകയല്ല. കണ്ടില്ലേ, നമ്മളിങ്ങനെ കയ്യിലിട്ട് ചുരുട്ടുമ്പോൾ തന്നെ അതിങ്ങനെ പൊട്ടി പൊട്ടി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദോശയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.